പി ജയരാജന് UAPA ചുമത്തിയതിനെതിരെ CPIM നിലപാട് കോടിയേരി ബാലകൃഷ്ണൻ വ്യക്തമാക്കുന്നു. തത്സമയത്തിലേക്ക്. കമ്മ്യൂണിസ്റ്റുകാരെ അവർ രാജ്യസ്നേഹം പഠിപ്പിക്കരുത്. ഇന്ത്യൻ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത ഒരു RSS നേതാവെങ്കിലും ഉണ്ടായിട്ടുണ്ടോ? അവർ ആ കാലത്ത് എന്ത് ചെയ്തു എന്ന് ചരിത്രം രേഖപ്പെടുത്തിയിട്ടുണ്ട്. സ്വാതന്ത്ര്യത്തിന് വേണ്ടി തൂക്കുമരം കയറിയ ധീരദേശാഭിമാനികളുടെ പ്രസ്ഥാനത്ത് നോക്കിയിട്ടാണ് നിങ്ങൾ രാജ്യദ്രോഹികളാണ് എന്ന് മുദ്രയടിച്ച് പ്രചാരവേലയുമായി രംഗത്തിറങ്ങാൻ ഇപ്പോൾ RSS BJP ദേശവ്യാപകമായ പ്രചരണത്തിന് വേണ്ടി ഒരു കൂട്ടുന്നത്. രാജ്യസ്നേഹം പ്രകടിപ്പിക്കുന്ന സംഘപരിവാർ ആക്രമണത്തിന് വേണ്ടി ഉപയോഗിക്കുന്നത് ദേശീയ പതാക. നിങ്ങൾ കണ്ടില്ലേ, ഡൽഹിയിൽ RSSകാർ അവർ അഭിഭാഷകന്മാരുടെ വേഷം ധരിച്ചു. കോടതിക്കകത്ത് ഇരച്ചു കയറി കോടതിയിൽ അതിക്രമം കാണിച്ചു. സുപ്രീം കോടതിക്കകത്ത് പോലും അതിക്രമം കാണിച്ചു. ജഡ്ജിയുടെ മുമ്പിൽ അടിഞ്ഞാടി പോലീസ് നോക്കി നിന്നു. അവിടെ ഒരു ടിയർ ഗ്യാസ് പൊട്ടിച്ചിരുന്നെങ്കിൽ ഈ സംഭവം ഒഴിവാക്കാൻ കഴിയുമായിരുന്നില്ലേ? പോലീസിന്റെ ഒത്താശയോടുകൂടി, നരേന്ദ്രമോദിയുടെ ഒത്താശയോട് കൂടിയിട്ടാണ് പാട്യാല കോടതിയിൽ ആക്രമണം നടത്തിയത്, സുപ്രീം കോടതിയിൽ ആക്രമണം നടത്തിയത്. ഭരണകൂടം തന്നെ സ്പോൺസർ ചെയ്ത അക്രമമാണ് ഡൽഹിയിൽ അരങ്ങേറിയത്. നരേന്ദ്രമോദി ഗുജറാത്തിലെ മുഖ്യമന്ത്രിയായപ്പോൾ അരങ്ങേറിയ ഗോത്ര സംഭവം ഭരണകൂടം സ്പോൺസർ ചെയ്ത കലാപമായിരുന്നു. ഗോത്ര കലാപം. അതിന് സമാനമായ വിധത്തിലുള്ള സംഭവ പരമ്പരകളിലേക്ക് നമ്മുടെ രാജ്യത്തെ നരേന്ദ്രമോദി നയിച്ചുകൊണ്ടിരിക്കുകയാണ്. അതാണ് ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലും പാട്യാല കോടതിയിലും സുപ്രീം കോടതിയിലും കഴിഞ്ഞ ദിവസം ഡൽഹിയിൽ നാം കണ്ട സംഭവം. കനയ്യകുമാർ എന്ന് പറയുന്ന വിദ്യാർത്ഥി നേതാവിനെ രാജ്യദ്രോഹ കുറ്റം ചുമത്തിയിട്ടാണ് ജയിലിൽ അടച്ചിട്ടുള്ളത്. IPCയിലെ 124A എന്നൊരു വകുപ്പുണ്ട്. ആരെ വേണമെങ്കിലും ഈ വകുപ്പനുസരിച്ച് രാജ്യദ്രോഹ കുറ്റം ചുമത്തിയാൽ ഈ ജയിലിലടക്കാവുന്ന വകുപ്പാണ് 124A IPC. 1860 ബ്രിട്ടീഷുകാർ കൊണ്ടുവന്ന ആക്ടിലുള്ളതാണ് ഈ 124A. അത് വിവാദങ്ങൾ വന്നപ്പോൾ 1860 ആ നിയമത്തിൽ ഉൾപ്പെടുത്തിയെങ്കിലും നടപ്പാക്കിയില്ല. 1870 മുതൽ ബ്രിട്ടീഷ് ഗവൺമെന്റ് നടപ്പാക്കാൻ തുടങ്ങി. ആ 124A ഉപയോഗിച്ചുകൊണ്ടാണ് ബാലഗംഗാധര തിലകൻ ബ്രിട്ടീഷ് ഗവൺമെന്റ് അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. ആ 124A വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ഗോപാലകൃഷ്ണ ഗോഖലെയെ, സ്വാതന്ത്ര്യ സമര സേനാനിയെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. അതേ വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് മഹാത്മാഗാന്ധിയെ, ഈ 124A വകുപ്പ് ഉപയോഗിച്ചുകൊണ്ടാണ് ബ്രിട്ടീഷുകാർ ജയിലിലടച്ചത്. അന്ന് മഹാത്മാഗാന്ധി പറഞ്ഞു, ഈ 124A എന്ന കരനിയമം നിലനിൽക്കുന്നിടത്തോളം ഇവിടെ ജനാധിപത്യ അവകാശങ്ങൾ പുലരാൻ പോകുന്നില്ല എന്ന് ഗാന്ധിജി പറഞ്ഞു. 1950 ഇന്ത്യൻ ഭരണഘടന തയ്യാറാക്കുന്ന സന്ദർഭത്തിൽ പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു പാർലമെന്റിൽ പ്രസംഗിച്ചു, ഈ 124A എടുത്തു കളയണം. ഏറ്റവും അടുത്ത അവസരത്തിൽ ഈ വകുപ്പ് എടുത്തു കളയുമെന്ന് പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു അന്ന് പാർലമെന്റിന് ഉറപ്പ് കൊടുത്തു. പക്ഷെ ഇന്നും ആ വകുപ്പ് നിലനിൽക്കുന്നു IPC. അത് ഉപയോഗിച്ചുകൊണ്ടാണ് കനയ്യകുമാറിനെ അറസ്റ്റ് ചെയ്ത് ജയിലിലടച്ചത്. രാജ്യദ്രോഹ കുറ്റം ചുമത്തി ഒരാളെ അറസ്റ്റ് ചെയ്യാൻ സർക്കാരിനെതിരായിട്ട് പ്രസംഗിച്ചു എന്ന് പറഞ്ഞാൽ മതി, രാജ്യദ്രോഹ കുറ്റമായി. ഇതുപയോഗിച്ചുകൊണ്ട് അറസ്റ്റ് ചെയ്യപ്പെട്ടാലും ജാമ്യം കിട്ടുകയില്ല. ഇങ്ങനെ ആരെ വേണമെങ്കിലും ജയിലിൽ വെക്കാൻ വേണ്ടി ഈ 124A വ്യാപകമായി ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നു. ഇന്ന് കനയ്യകുമാറിനെതിരായിട്ടാണ് ഇത് ഉപയോഗിച്ചതെങ്കിൽ നാളെ ഇവിടെ നമുക്കെതിരായിട്ട് ഉപയോഗിക്കപ്പെടും ഈ 124A. അതുകൊണ്ട് ഇപ്പോൾ ഡൽഹിയിലെ ജവഹർലാൽ നെഹ്റു യൂണിവേഴ്സിറ്റിയിലെ വിദ്യാർത്ഥിക്കെതിരായിട്ടല്ലേ എന്ന് ചിന്തിച്ചിരിക്കരുത്. UAPA ഇപ്പോൾ ജയരാജനെതിരായിട്ടല്ലേ, അത് CPMകാർക്കെതിരായിട്ടല്ലേ, കമ്മ്യൂണിസ്റ്റുകാർക്കെതിരായിട്ടല്ലേ എന്ന് വിചാരിച്ചിരുന്നാൽ നാളെ ഏത് കേസിനകത്തും ഒരാളെ ഉൾപ്പെടുത്തി UAPA ചേർക്കാൻ സാധിക്കും. നമ്മുടെ രാജ്യത്ത് അടിയന്തരാവസ്ഥയെ അനുസ്മരിക്കുന്ന സംഭവ പരമ്പരകളിലേക്കാണ് ഈ രാജ്യം നീങ്ങിക്കൊണ്ടിരിക്കുന്നത്. ജുഡീഷ്യറിയെ പോലും വെല്ലുവിളിക്കുന്ന സ്ഥിതിയിൽ സംഘപരിവാർ രാജ്യത്ത് അടിഞ്ഞാടാൻ തുടങ്ങിയിരിക്കുകയാണ്. ഈ സാഹചര്യത്തിൽ ഈ രാഷ്ട്രത്തെ രക്ഷിക്കണമെങ്കിൽ,
പൗരാവകാശങ്ങൾ ഇവിടെ നിലനിൽക്കണമെങ്കിൽ, ജനാധിപത്യ അവകാശങ്ങൾ നിലനിൽക്കണമെങ്കിൽ ഈ സംഘപരിവാറിന്റെ ഭീഷണി നേരിട്ടേ മതിയാവുകയുള്ളൂ. ഇത്തരത്തിലുള്ള കരനിയമങ്ങൾ വഴി ഇടതുപക്ഷം തകർക്കാനുള്ള ശ്രമം ജനങ്ങൾ ഒന്നിച്ചു പരാജയപ്പെടുത്തും. ഞാനൊരു കാര്യം ഓർമ്മിക്കുന്നു. കരുണാകരൻ മുഖ്യമന്ത്രിയായ കാലത്ത് 1995 അന്ന് കണ്ണൂർ ജില്ലയിൽ താട എന്ന കരുനിയമം പ്രയോഗിക്കുകയുണ്ടായി. കൂത്തുപറമ്പിലൊരു കേസിൽ അന്നത്തെ കൂത്തുപറമ്പ് ഏരിയ സെക്രട്ടറി ആയിരുന്ന MO പത്മനാഭൻ പ്രായം ചെന്ന ഒരു സഖാവായിരുന്നു. അദ്ദേഹത്തിൻ്റെ പേരിൽ ഒരു കേസിൽ ഗൂഢാലോചന കുറ്റം ചുമത്തി കുറെ സഖാക്കളോടൊപ്പം തിരുവനന്തപുരം ജയിലിൽ കൊണ്ടുപോയിട്ട് അടച്ചു. മട്ടന്നൂരിലെ അന്നത്തെ ഏരിയ സെക്രട്ടറിയായ ശ്രീധരൻ ഉൾപ്പെടെയുള്ള സഖാക്കളെ ടാഡ കേസിൽ ഉൾപ്പെടുത്തി തിരുവനന്തപുരത്ത് കൊണ്ടുപോയിട്ട് അടച്ചു, ജയിലിലടച്ചു. അന്ന് ആ ടാഡയ്ക്കെതിരായി ഈ കണ്ണൂരിലൊന്ന് വലിയ മീറ്റിംഗ് നടത്തിയ കാര്യം LDF നടത്തിയിരുന്നു. കണിയാപുരം രാമചന്ദ്രൻ അന്ന് ഈ സ്റ്റേഡിയം കോറിൽ നടത്തിയ പ്രസംഗം ഞാനിപ്പോൾ ഓർക്കുകയാണ്. ടാഡയ്ക്കെതിരായി ഇടതുപക്ഷ ജനാധിപത്യ പ്രവർത്തകന്മാർ ശക്തമായ പ്രതിഷേധം ആ സംഭവം ഉണ്ടായപ്പോൾ സംഘടിപ്പിച്ചു. പക്ഷേ കരുണാകരൻ ടാഡപ്രകാരം അറസ്റ്റ് ചെയ്തവരെ വിടാൻ കൂട്ടാക്കിയില്ല. പക്ഷേ ടാഡപ്രകാരം അറസ്റ്റ് ചെയ്ത സഖാക്കൾ, ജയിലിൽ കിടന്നവരെ ഈ കേരളത്തെ ജനങ്ങൾ 1996 ഇടതുപക്ഷ ജനാധിപത്യ മുന്നണിയെ അധികാരത്തിൽ കൊണ്ടുവന്നാണ് മോചിപ്പിച്ചത് എന്ന വസ്തുത ചരിത്രത്തിന്റെ ഭാഗമായി നിലനിൽക്കുകയാണ്. അത് ഉമ്മൻചാണ്ടി മറക്കരുത്, രാഷ്ട്രീയ ശത്രുക്കൾ മറക്കരുത്. എല്ലാറ്റിനും ജനങ്ങൾ അതിനോട് ഉത്തരം പറയും. 95 ആ നിയമം ദുരുപയോഗപ്പെടുത്തിയപ്പോൾ 96 നിയമസഭാ തെരഞ്ഞെടുപ്പിലാണ് ജനങ്ങൾ അതിന് മറുപടി കൊടുത്തത്. ഈ UAPA ദുരുപയോഗം ചെയ്യുന്ന, ഈ കരുനിയമം ഉപയോഗിച്ചുകൊണ്ട് ഇടതുപക്ഷത്തെ വേട്ടയാടുന്ന ഉമ്മൻചാണ്ടി സർക്കാരിന്റെ ഈ നിലപാടിനെതിരെ പ്രതികരിക്കാൻ ജനങ്ങൾ കാത്തിരിക്കുകയാണ്. അതുകൊണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് P. ജയരാജനെ ജയിലിലടക്കാൻ കഴിഞ്ഞു വരും. മറ്റേതെങ്കിലും സഖാക്കളെ ഇനിയും വേണമെങ്കിൽ നിങ്ങൾക്ക് ഏതെങ്കിലും കേസിൽ ഉൾപ്പെടുത്തി ജയിലിലടക്കാൻ കഴിഞ്ഞു എന്ന് വരും. പക്ഷേ നിങ്ങൾ വിജയിക്കാൻ പോകുന്നില്ല. നിങ്ങൾക്ക് താൽക്കാലികമായി ഞങ്ങളെ ഇത്തരത്തിൽ പ്രതിസന്ധിയിൽപ്പെടുത്താനും താൽക്കാലികമായി പ്രവർത്തനത്തെ തടയാനും നിങ്ങൾക്ക് സാധിച്ചു എന്ന് വരും. പക്ഷെ ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ തോൽക്കാൻ പോകുന്നില്ല എന്ന് പ്രഖ്യാപിക്കാൻ ഞാൻ ആഗ്രഹിക്കുകയാണ്. ഞങ്ങൾ ഒരിക്കലും നിങ്ങളുടെ മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല. ഞങ്ങളുടെ എത്ര പ്രവർത്തകന്മാർക്കെതിരെ UAPA പ്രയോഗിച്ചാലും, എത്ര പേർക്കെതിരെ 124A വകുപ്പ് പ്രയോഗിച്ചാലും ഇന്ത്യയിലെ ഇടതുപക്ഷ പ്രസ്ഥാനം സംഘപരിവാറിന് മുമ്പിൽ കീഴടങ്ങാൻ പോകുന്നില്ല. ഞങ്ങൾ പൊരുതി വരിക്കും, വേണമെങ്കിൽ ഞങ്ങൾ പൊരുതി വരിക്കാൻ തയ്യാറാണെന്ന് പ്രഖ്യാപിച്ചുകൊണ്ടാണ് ദേശവ്യാപകമായി ഇടതുപക്ഷ പ്രവർത്തകന്മാർ രംഗത്തിറങ്ങിയിരിക്കുന്നത്. ഈ സംഘപരിവാറിനെ ചെറുക്കാൻ ഇടതുപക്ഷത്തിനേ കഴിയുള്ളൂ. ഇടതുപക്ഷം നടത്തുന്ന ഈ RSSന്റെ പ്രത്യയശാസ്ത്രത്തിനായി നടത്തുന്ന പോരാട്ടം വഴി മാത്രമേ ഇതിനെ ചെറുക്കാൻ സാധിക്കുകയുള്ളൂ. കോൺഗ്രസ് ഇപ്പോഴും മൃദു സമീപനമാണ് സ്വീകരിക്കുന്നത്. ഈ UAPA വകുപ്പ് ചേർത്തത് ഇടതുപക്ഷത്തെ വേട്ടയാടുന്ന കോൺഗ്രസ് അവർ ചിന്തിക്കണം, ഈ നിലപാട് എവിടെയാണ് ചെന്നെത്താൻ പോകുന്നത് എന്ന്. UAPA ചേർത്തതിനെതിരെ മുസ്ലിം ലീഗിന്റെ സെക്രട്ടറി PK കുഞ്ഞാലിക്കുട്ടി പ്രതികരിച്ചു. UAPA ചേർത്തതിനെതിരെ, ജയരാജനെ പ്രതി ചേർത്തതിനെതിരെ വീരേന്ദ്രകുമാർ ശക്തമായി പ്രതികരിച്ചു. UDF-നകത്ത് തന്നെ യോജിപ്പില്ല. വീരേന്ദ്രകുമാറിനും PK കുഞ്ഞാലിക്കുട്ടിക്കും അംഗീകരിക്കാൻ കഴിയാത്ത കാര്യം എങ്ങനെയാണ് UDF സർക്കാർ നടപ്പാക്കുന്നത്? ഈ UAPA ചേർത്തത് CBI അല്ല, ഉമ്മൻചാണ്ടി സർക്കാരാണ് UAPA ചേർത്ത് CBIയുടെ കയ്യിൽ ഏൽപ്പിച്ചു കൊടുത്തത്. അപ്പൊ CBIക്ക് ആളുകളെ വേട്ടയാടാൻ അവസരം ഉണ്ടായി കൊടുത്തത് കോൺഗ്രസ് അല്ലേ? ഇതിന് കോൺഗ്രസ് ജനങ്ങളോട് ഉത്തരം പറയണം. മുസ്ലിം ലീഗിന്റെ നയത്തിന് വിരുദ്ധമായി, വീരേന്ദ്രകുമാറിന്റെ നയത്തിന് വിരുദ്ധമായി പ്രവർത്തിക്കുന്ന സർക്കാർ UAPA പോലുള്ള കരിനിയമങ്ങൾ ചുമത്തി ഇടതുപക്ഷത്തെ തകർക്കാനാവില്ലെന്ന് CPIM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ പറഞ്ഞു. കൂടാതെ മാറാട് ഗൂഢാലോചന അട്ടിമറിച്ചത് BJPയും ലീഗും ചേർന്നാണെന്നും പറയുന്നു. കണ്ണൂരിലെ ഒരു പൊതുപരിപാടിയിൽ സംസാരിക്കുകയായിരുന്നു അദ്ദേഹം. സ്മാർട്ട് സിറ്റി പദ്ധതിയുടെ പേരിൽ വൻ തട്ടിപ്പ്. രജിസ്റ്റർ ചെയ്ത കമ്പനികളിൽ മിക്കതും പ്രാദേശിക കമ്പനികളാണ്. പേരിന് 4 വിദേശ കമ്പനികൾ മാത്രമാണ് രജിസ്റ്റർ ചെയ്തിരിക്കുന്നത്.
കാറ്ററിംഗ് കമ്പനി മുതൽ ബാങ്കിന്റെ ബ്രാഞ്ച് വരെ രജിസ്റ്റർ ചെയ്ത കമ്പനികളുടെ ലിസ്റ്റിലുണ്ട്. കോടികളുടെ നിക്ഷേപവും 90,000-ലധികം തൊഴിലവസരങ്ങളുമാണ് വാഗ്ദാനം ചെയ്തിരിക്കുന്നത്. വിശദാംശങ്ങളുമായി ഡാനി പോൾ ചേരുന്നു. ഡാനി, മറ്റു വിശദാംശങ്ങൾ. 27 കമ്പനികളുടെ പട്ടിക പ്രഖ്യാപനമായിരുന്നു ഉദ്ഘാടന ദിവസത്തെ പ്രധാന ചടങ്ങായി പറഞ്ഞിരുന്നത്. അങ്ങനെയൊന്നും നടക്കാതായപ്പോൾ നടത്തിയ അന്വേഷണത്തിൽ സ്മാർട്ട് സിറ്റി അധികൃതർ തിരക്ക് മൂലം വിട്ടുപോയതാണെന്ന വിശദീകരണം നൽകിക്കൊണ്ട് കമ്പനികളുടെ പേരുവിവരം നൽകി. അതിലാകട്ടെ ഉണ്ടായിരുന്നത് 22 കമ്പനികൾ മാത്രം. ഇതിൽ കാറ്ററിംഗ് കമ്പനി മുതൽ ബാങ്കുകൾ വരെയുണ്ട്. 4ഓളം ചെറുകിട വിദേശ കമ്പനികൾ മാത്രമാണ് ഇതിനൊരു അപവാദം. ആവശ്യത്തിലധികം സമയം ലഭിച്ചിട്ടും സ്മാർട്ട് സിറ്റി പദ്ധതിയെ വേണ്ടവിധം മാർക്കറ്റ് ചെയ്യാൻ ടീകോമിന് കഴിഞ്ഞിട്ടില്ല എന്നാണ് ഇതിൽ നിന്ന് വ്യക്തമാകുന്നത്. പ്രാദേശികമായ കമ്പനികളെ ഉൾപ്പെടുത്തിക്കൊണ്ടാണ് സ്മാർട്ട് സിറ്റിയുടെ ആദ്യ IT ടവറിൽ ടീകോം ആളെ കൂട്ടിയത്. റിയൽ എസ്റ്റേറ്റ് കമ്പനി മാത്രമാണ് ടീകോം എന്ന ആദ്യ ആരോപണങ്ങളെയാണ് പുതിയ വിവാദം ബലപ്പെടുത്തുന്നത്. അതോടൊപ്പം തെരഞ്ഞെടുപ്പിന് മുൻപ് സർക്കാരിന് ഉയർത്തിക്കാട്ടാൻ ഒരു പദ്ധതി കൂടി ഉണ്ടാക്കിയെടുക്കുക എന്നതും ഇതിന് പിന്നിലുണ്ടെന്ന് പറയപ്പെടുന്നു. കേരളം കാത്തിരുന്ന പദ്ധതിയുടെ 1ാം ഘട്ടം ഈ വിധമായെങ്കിൽ എങ്ങനെയാണ് സ്മാർട്ട് സിറ്റി കൊണ്ട് IT രംഗത്തിൽ കേരളം കുതിപ്പുണ്ടാക്കുക എന്ന ചോദ്യമാണ് ഉദ്ഘാടന ദിവസം തന്നെ ഉയരുന്നത്. ന്യൂസ് ബ്യൂറോ, കൊച്ചി. സ്മാർട്ട് സിറ്റി ആദ്യഘട്ടം ഉദ്ഘാടനം ചെയ്യുമ്പോൾ തന്നെ വരുമെന്ന് പറഞ്ഞിരുന്ന 27 കമ്പനികളിൽ വന്നത് 22 എണ്ണം മാത്രം. 22 കമ്പനികളിൽ 4 എണ്ണം മാത്രമാണ് ഇന്ത്യക്ക് പുറത്ത് ആസ്ഥാനമായുള്ളത്. ചുരുക്കത്തിൽ ബഹുരാഷ്ട്ര വിദേശ കമ്പനികൾ വരുമെന്ന് പറഞ്ഞിടത്ത് വന്നത് 2 എണ്ണം മാത്രമാണ്. കടകംപള്ളി വില്ലേജ് ഓഫീസിലെ നികുതി രജിസ്റ്റർ കാണാനില്ല. ഭൂമി തട്ടിപ്പുമായി ബന്ധപ്പെട്ട അന്വേഷണം അട്ടിമറിക്കാൻ ശ്രമമെന്ന സംശയം. വില്ലേജ് ഓഫീസർ തഹസീൽദാർക്ക് റിപ്പോർട്ട് സമർപ്പിച്ചു. KPCC ജനറൽ സെക്രട്ടറി തമ്പാനൂർ രവിക്കെതിരെ VM സുധീരന്റെ അപ്രഖ്യാപിത നടപടി. തമ്പാനൂർ രവിയെ സംഘടനാ ചുമതലകളിൽ നിന്ന് മാറ്റി നിർത്തിയതായി സൂചന. സോളാർ കേസിൽ ആരോപണ വിധേയനായതിനെ തുടർന്നാണ് തമ്പാനൂർ രവിക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത്. അതേസമയം തമ്പാനൂർ രവിയെ സംഘടനാ ചുമതലയിൽ നിന്ന് മാറ്റി നിർത്തിയെന്ന വാർത്ത അടിസ്ഥാനരഹിതമെന്ന് KPCC വ്യക്തമാക്കി. സംഘടനാ ചുമതലയുള്ള ജനറൽ സെക്രട്ടറി എന്ന നിലയിൽ KPCC പ്രസിഡന്റ് വാർത്താക്കുറിപ്പുകൾ ഇറക്കുന്നത് തമ്പാനൂർ രവിയായിരുന്നു. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി KPCC ആസ്ഥാനത്ത് നിന്ന് ഇറക്കുന്ന വാർത്താക്കുറിപ്പുകളിൽ തമ്പാനൂർ രവിയുടെ പേരില്ല. കൂടാതെ KPCC നേരിട്ട് നടത്തുന്ന പൊതു ക്യാമ്പയിനുകൾക്ക് സ്വാഗതം ആശംസിക്കുന്നതും തമ്പാനൂർ രവി തന്നെയായിരുന്നു. രാഹുൽ ഗാന്ധി പങ്കെടുത്ത ജനരക്ഷാ യാത്രയ്ക്ക് സ്വാഗതം ആശംസിക്കേണ്ടിയിരുന്നത് രവിയാണെന്നിരിക്കെ സ്വാഗതം പറയാൻ സുധീരൻ നിയോഗിച്ചത് DCC അധ്യക്ഷൻ കരകുളം കൃഷ്ണപിള്ളയെയാണ്. KPCC ആസ്ഥാനത്തെ ദൈനംദിന സംഘടനാ ചുമതലകളുടെ ഏകോപനവും രവിക്കാണ്. എന്നാൽ കഴിഞ്ഞ കുറച്ച് ദിവസങ്ങളായി തമ്പാനൂർ രവി KPCC ആസ്ഥാനത്തും എത്തുന്നില്ല. സോളാർ കമ്മീഷനിൽ ഹാജരാകുന്ന സരിത എസ് നായരെ സ്വാധീനിക്കാൻ തമ്പാനൂർ രവി ശ്രമിക്കുന്ന ഓഡിയോ ടേപ്പുകൾ പുറത്തുവന്നത് കോൺഗ്രസ് നേതൃത്വത്തെയും മുഖ്യമന്ത്രിയെയും സമ്മർദ്ദത്തിലാക്കിയിരുന്നു. ഈ പശ്ചാത്തലത്തിലാണ് തമ്പാനൂർ രവിക്ക് VM സുധീരൻ അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയത്. ഹൈക്കമാൻഡിലെ ചില കേരള നേതാക്കന്മാരുടെ അറിവും സമ്മതത്തോടെയുമാണ് സുധീരൻ തമ്പാനൂർ രവിക്ക് അപ്രഖ്യാപിത വിലക്ക് ഏർപ്പെടുത്തിയെന്നാണ് ലഭ്യമാകുന്ന വിവരം. ന്യൂസ് ബ്യൂറോ, തിരുവനന്തപുരം. തെരുവുനായ ശല്യത്തിൽ നിന്ന് ജനങ്ങളെ രക്ഷിക്കുക എന്ന ആവശ്യമുയർത്തി സ്ട്രേ ഡോഗ് ഫ്രീ മൂവ്മെന്റ് ചെയർമാൻ കൊച്ചൌസേപ്പ് ചിറ്റിലപ്പള്ളി നിരാഹാരം നടത്തി. പാളയം LMS കോമ്പൗണ്ടിൽ നടന്ന നിരാഹാരം ആർച്ച് ബിഷപ്പ് ഡോക്ടർ സൂസവാക്യം ഉദ്ഘാടനം ചെയ്തു. തലസ്ഥാനത്തെ റെസിഡൻസ് അസോസിയേഷനുകളുടെ പിന്തുണയോടെയായിരുന്നു നിരാഹാരം അരങ്ങേറിയത്. K മുരളീധരൻ MLA, സാഹിത്യകാരി റോസ്മേരി, ബിജു പ്രഭാകരൻ, മണിയൻപിള്ള രാജു, CP നായർ, G വിജയരാഘവൻ എന്നിവർ സംസാരിച്ചു. ഇന്ത്യയിൽ നടക്കുന്ന 2016 ICC T20 ലോകകപ്പിനുള്ള ശ്രീലങ്ക മെൻസ് ആൻഡ് വുമൺ ടീമുകളെ മൾട്ടിനാഷണൽ കമ്പനിയായ കോൺഫിഡന്റ് ഗ്രൂപ്പ് സ്പോൺസർ ചെയ്യും. ലോകത്തിലെ 1ാം നമ്പർ T20 ക്രിക്കറ്റ് ടീമായ ശ്രീലങ്കയെ സ്പോൺസർ ചെയ്യാൻ കഴിഞ്ഞതിൽ വളരെയധികം ആഹ്ലാദവും ആവേശവും ഉണ്ടെന്ന് കോൺഫിഡൻസ് ഗ്രൂപ്പ് ചെയർമാനും സ്ഥാപകനുമായ ഡോക്ടർ റോയ് CJ വാർത്താസമ്മേളനത്തിൽ അറിയിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പിനൊപ്പം കൈകോർക്കുന്നതിൽ സന്തോഷമുണ്ടെന്ന് ശ്രീലങ്ക ക്രിക്കറ്റ് അസോസിയേഷൻ അസിസ്റ്റന്റ് സെക്രട്ടറി രവീൺ വിക്രം രത്നെ പറഞ്ഞു. ഡോക്ടർ റോയ് CJ രവീൺ വിക്രം രത്നെ തലപ്പാവും പൊന്നാടയും അണിയിച്ചു. കോൺഫിഡന്റ് ഗ്രൂപ്പ് MD TA ജോസഫ്, ബേസ്ലൈൻ വെഞ്ചേഴ്സ് സഹസ്ഥാപകനും MD-യുമായ തുഹിർ മിശ്ര തുടങ്ങിയവർ വാർത്താസമ്മേളനത്തിൽ പങ്കെടുത്തു. മുംബൈ ആസ്ഥാനമായുള്ള മലയാളി സംരംഭമായ 3M LED ഇൻഡസ്ട്രീസിന്റെ സോഫ്റ്റ് ഹൈലൈറ്റിംഗ് സാങ്കേതിക വിദ്യയോടുകൂടിയ LED ലൈറ്റുകൾ വിപണിയിലെത്തി. മനുഷ്യ ശരീരത്തിനും കണ്ണുകൾക്കും ഹാനികരമായ ഇൻഫ്രാറെഡ്, അൾട്രാവയലറ്റ് രശ്മികൾ ഇല്ലെന്നതാണ് ലൈറ്റുകളുടെ പ്രത്യേകതയെന്ന് 3M ചെയർമാനും MD-യുമായ മധുകുമാർ അറിയിച്ചു. അടുത്ത 5 വർഷത്തിനുള്ളിൽ 500 കോടിയുടെ വിറ്റുവരവാണ് കമ്പനി ലക്ഷ്യമിടുന്നത്. ഏറെക്കാലം ഈടുനിൽക്കുന്ന എന്നതാണ് ലൈറ്റുകളുടെ മറ്റൊരു പ്രത്യേകത. ജയ്പൂർ, ബറോഡ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലാണ് കമ്പനികളുടെ നിർമ്മാണശാലകൾ. കേരളം, ഗോവ, മഹാരാഷ്ട്ര എന്നിവിടങ്ങളിലായി 70-ലേറെ ഉൽപ്പന്നങ്ങളാണ് കമ്പനി വിറ്റഴിക്കുന്നത്.